മദ്യനയത്തെ വിമർശിച്ച് സിപിഐ കോട്ടയം ജില്ലാ സെക്രട്ടറി വി ബിനു. വീര്യം കൂടിയ മദ്യത്തിന് പ്രോത്സാഹനം നൽകുന്ന നിലപാടാണ് സർക്കാരിന്റേത്. മദ്യനയത്തിൽ അടിയന്തരമായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണം. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും വി ബിനു ആവശ്യപ്പെട്ടു. മദ്യനയത്തിൽ പ്രകടമായി വരേണ്ട എന്താ? വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് LDF നയം. ആ നയം നിൽക്കുമ്പോൾ വീര്യം കൂടിയ മദ്യത്തിനല്ല പ്രോത്സാഹനം കൊടുക്കുക. നാട് നീളെ ബാറ് തുടങ്ങുക. അതുണ്ടാക്കുന്ന ദുരന്തം എത്ര വലുതായിരിക്കും? മദ്യനയത്തെ വിമർശിച്ചാണ് ഇപ്പോൾ സിപിഐ കോട്ടയം ജില്ലാ സെക്രട്ടറി വി ബിനു രംഗത്തെത്തിയത്. വീര്യം കൂടിയ മദ്യത്തിന് പ്രോത്സാഹനം നൽകുകയാണ്. അതാണിപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി മാറ്റം കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് ബിനുവിന്റെ ആവശ്യം. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു വിമർശനം, അതിന്റെ പശ്ചാത്തലം എന്താണ്? അനുജ, CPIയുടെ കോട്ടയം ജില്ലാ സമ്മേളനം വൈക്കത്ത് ഇന്ന് കൊടിയേറുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വി ബിനുവിൻ്റെ പ്രതികരണം ആരാഞ്ഞത്. എന്തായാലും ആ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ ആ ഒരു സംസാരത്തിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞു. അതിനിടയിലാണ് ഈ മദ്യനയത്തിൽ സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല എന്നുള്ളൊരു വിമർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് ഏറ്റവും കൂടുതൽ പ്രധാനമായും അദ്ദേഹം ഊന്നൽ നൽകുന്നത് ഈ ചെത്തുതൊഴിലാളികളെ കുറിച്ചാണ്. അവർക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് അവർ പോകുന്നു. കള്ള് വ്യവസായത്തിന് കാര്യമായിട്ടുള്ള ഒരു പ്രാധാന്യം സർക്കാർ നൽകുന്നില്ല. പലപ്പോഴും വീര്യം കൂടിയ വിദേശ മദ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് സർക്കാർ എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നിലവിലെ മദ്യനയം പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല. ആ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ വി ബിനു നമ്മളോട് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം ഈ വരുന്ന സമ്മേളനത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞു. നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച വരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ഇന്നത്തെ സമ്മേളനം, ഈ വരുന്ന 3 ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് ഇപ്പോൾ ഒരു വിമർശനവുമായി ബിനു രംഗത്തെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.